രാവിലെ തന്നെ നമ്മൾ നീച്ചിക്കണെന്ന്. കാരണം എന്താ വെച്ചാൽ ഇന്ന് വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ അനിയത്തിനെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. കാരണം ഈ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ 7ാം മാസത്തിൽ നമ്മളെ വീട്ടിൽ കൊണ്ടുവരും. ആ ചടങ്ങുണ്ട്. അപ്പം എല്ലാവരും വന്നിക്കണേ. അതിന് നമ്മൾ പോകാതെ തയ്യാറെടുപ്പ് നടത്തി. നല്ലൊരു ദുഃഖമൊക്കെ കഴിഞ്ഞാണ്ട് നമ്മൾ അങ്ങനെ എല്ലാവരും കൂടി ഇറങ്ങി പോവാൻ. അങ്ങനെ നമ്മൾ അളിയൻ്റെ വീട്ടിലേക്ക് എത്തി. ഇതാണ് അളിയൻ്റെ വീട്. ഇനി അടുത്ത ഫുഡ് കഴിക്കല യുദ്ധം. യുദ്ധത്തിൽ തയ്യാറെടുപ്പാണ് എല്ലാവരും. ഇവരൊക്കെ തീറ്റ കണ്ടാണ്ടല്ലോ പഠിച്ചോനെ കണ്ണിന്ന് പൊന്നിച്ച പാറും. അതാണ് അവസ്ഥ. ഇത് നമ്മളൊരു കാക്കുവാണ്. കാക്കുവിൻ്റെ തള്ള കണ്ടാണ്ട് എല്ലാവരും അന്തപ്പെട്ട് നിൽക്കുന്നത്. അതുപോലെ രജനീകാന്തിൻ്റെ സിനിമ കാണുന്ന മാതിരിയൊക്കെ ഞാൻ മുഖത്ത് നോക്കി നിന്നിട്ടേ അമ്മാതിരി തള്ളണത്. എന്തരിയോ ഓഫ്. അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കണോ കുന്തിരിപ്പം കാട്ടി അയാൾക്ക് മൊത്തം കേടരുത്തിക്കണേ. ഇതൊക്കെ തന്നെ അവസ്ഥ. അങ്ങനെ പോലും 3 കൊടുക്കാൻ വേണ്ടി റെഡി. അങ്ങനെ ഒരു ദുബായും കഴിഞ്ഞ് അവിടുത്തെ എല്ലാ ചടങ്ങുകളും പരിപാടി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. ഇതാണ് നമ്മളെ പെങ്ങള്. പിന്നെ അങ്ങനെ നമ്മൾ മുടിട്ടാൻ പോയി. കാരണം ആകെ ഒരു മാതിരി കോലം ലുക്ക് കഴിക്കണേ. കാരണം ഓണൊക്കെ വരില്ലേ, ഉഷാറാവട്ടെ വിചാരിച്ച് അങ്ങനെ മുടിയൊക്കെ വെട്ടിയാണ് നമ്മൾ വീട്ടിലേക്ക് എത്തി. ഇന്ന് നമ്മൾ ലേറ്റ് ഒന്ന് പോകും. അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി റെഡിയായി. ആകെ ഒരു ദിവസത്തിന് നമ്മൾ വന്നിക്കണത്. എന്താ ചെയ്യണ അവസ്ഥ. ഇന്നാണ് ഈ യാത്ര അയക്കാൻ കുറേ പേരുണ്ട് വീട്ടിൽ. ആകെപ്പാടെ സങ്കടമായിരുന്നു. ഇതാണ് നമ്മളെ നാട് മേലാറ്റൂര്. ഓ അങ്ങനെ ഇതാക്കണം. ഉപ്പ എന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ആക്കാൻ വേണ്ടി വന്നിരുന്നത്. അങ്ങനെ നമ്മൾ ട്രെയിൻ കയറിയാണ്ട് നമ്മളങ്ങനെ പോന്നു. നമ്മൾ നാട് വിട്ടു പറയുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു നമുക്ക്. അങ്ങനെ നമ്മൾ ഷൊർണൂർ എത്തി. ഷൊർണൂർ ചായ അടിച്ചു നമ്മൾ. പിന്നെ കുറച്ചു നേരം ഉറങ്ങി അങ്ങനെ നമ്മൾ കൊച്ചുവേളി എത്തി. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ഹോസ്റ്റലിൽ പോയി ബസ്സിൽ. ഇനിയിപ്പോൾ നാളെ മുതൽ നമ്മൾ ഹോസ്റ്റലത്തെ വീഡിയോസ് കാണാം.